നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് കോമ്പാക്ട് പൗഡേഴ്സാണ് കേട്ടോ കാണിക്കുന്നത്. എൻ്റെ ടോപ്പ് ഫേവറേറ്റ്സിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രോഡക്ട്സിനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കോമ്പാക്ട് പൗഡേഴ്സിൻ്റെ വീഡിയോ വേണമെന്ന് എനിക്ക് ഈ അടുത്തൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് പ്രോഡക്ട്സ് വെച്ചിട്ട് അതിലെൻ്റെ ഫേവറേറ്റ് ഏതാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ കോമ്പാക്ട് പൗഡർ എന്ന് പറയുമ്പോൾ ബേസിക്കലി എനിക്ക് കുറച്ച് ഫേവറേറ്റ് ആയിട്ടൊരു പ്രോഡക്റ്റാണ്. കാരണം ബേസ് മേക്കപ്പിന് വേറെ ഒന്നും യൂസ് ചെയ്യാണ്ട് കോമ്പാക്റ്റ് മാത്രം യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. കാരണം നമുക്ക് സിമ്പിളായിട്ട് മേക്കപ്പ് സിമ്പിളായിട്ട് വെക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് യൂസ് ചെയ്ത് പെട്ടെന്നൊക്കെ അപ്ലൈ ചെയ്ത് പുറത്ത് പോകാൻ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കോമ്പാക്ട് പൗഡേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര കംഫർട്ടബിളാണ് നമുക്ക്. എന്നാൽ എന്താ പറയുക, നല്ലൊരു പ്രോഡക്റ്റാണ്. ഓക്കെ, പിന്നെ എനിക്ക് കോമ്പാക്ട് പൗഡർ എന്ന് പറയുമ്പോൾ എനിക്കൊരു മെമ്മറി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ചാനലിൽ ഞാൻ ഫസ്റ്റ് ടൈം കാണിക്കുന്ന ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് മേബലിൻ്റെ ഒരു കോമ്പാക്ട് പൗഡറിൻ്റെ റിവ്യൂ ആയിരുന്നു ഒരു 5 വർഷം മുന്നേ. ഓക്കെ, അപ്പോൾ അത് ഭയങ്കര ഒരു നൊസ്റ്റുമാണ്, നൊസ്റ്റു അടിക്കും. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇന്നത്തെ ലിപ്സ്റ്റിക്ക്, ഓക്കെ, ഞാൻ എപ്പോഴും മറന്നു പോകും, എന്നാലും ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് പറയാനായിട്ട്. അപ്പോൾ ഇന്നിട്ടിട്ടുള്ള ലിപ്സ്റ്റിക്ക് വന്നിട്ട് നല്ല ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ്, ഒരു എവ്രിഡേ ഷെയ്ഡാണ്, എല്ലാ സ്കിൻ ടോണിനും ചേരുന്നൊരു ഷെയ്ഡാണ്. എൻ്റെ സ്കിൻ ടോണിലുള്ളവർക്ക് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, നല്ലൊരു ബ്രൗൺ അണ്ടർ ടോണുള്ള ഒരു എന്താ പറയുക, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള മാക്കിൻ്റെ ലിപ്സ്റ്റിക്കിനേക്കാളും എനിക്ക് ഇഷ്ടമുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്, ഒരു ഷെയ്ഡാണ് ലാക്മിയുടെ ഈ ഒരു അബ്സല്യൂട്ട് റേഞ്ചിൽ വരുന്ന ലിപ്സ്റ്റിക്ക്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് മോർണിംഗ് കോഫി. മിക്കവാറും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. ഈ അടുത്ത് ഞാൻ കണ്ടു വീണ്ടും സ്റ്റോക്കിലുണ്ട്. ഇപ്പോഴും ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കൂ. എന്തായാലും അടിപൊളി ഷെയ്ഡാണ്, അതിലൊരു കോംപ്രമൈസ് ഇല്ല, എല്ലാ സ്കിൻ ടോണിനും ചേരും, പിന്നെ ഭയങ്കര കംഫർട്ടബിളാണ്. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മാക്കിൻ്റെ നമ്മൾ 2000 രൂപ കൊടുത്ത് വാങ്ങുന്ന മാക്കിനേക്കാളും എനിക്ക് ഭയങ്കര കൺവീനിയൻ്റായിട്ടും ഭയങ്കര കംഫർട്ടബിളായിട്ടും തോന്നിയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നല്ല ഷെയ്ഡും കൂടിയാണ്. ഇപ്പോൾ ആമസോണിൽ സെയിൽ പോകുന്നുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഗ്രേറ്റ് ഫ്രീഡം സെയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓഗസ്റ്റ് 4th to 8th വരെയാണ് സെയിലെന്ന് പറയുന്നത്. പക്ഷേ പ്രൈം മെമ്പേഴ്സിന് ഏർലി ആക്സസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ബെനിഫിറ്റ്സ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കുക. എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, ലിങ്ക്സും ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് കാണിക്കാനുള്ളത് മാക്കിൻ്റെ ഈ ഒരു കോമ്പാക്റ്റാണ്. ഇത് കുറച്ച് എക്സ്പെൻസീവാണ്. ഓക്കെ, എനിക്കറിയാം, കുറച്ചെന്ന് വെച്ചാൽ 3000+ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല, അറിയാം. എന്നാൽ കൂടി നല്ല ഒരു പ്രോഡക്റ്റാണ് എന്നുള്ള പ്രൈസ് മാത്രം മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ചിട്ട് അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കഴിയും എന്നുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കുക, അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് അടിപൊളിയാണ് കേട്ടോ. പ്രൈസ് വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ബ്രാൻഡ് വെച്ചിട്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ, മാക്കിനേക്കാളും നല്ലതാണ് ഈ ഒരു ലാക്മിയുടെ ലിപ്സ്റ്റിക്ക്. ഇതെന്ന് പറയുന്നത് മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിക്സ് പൗഡർ പ്ലസ് ഫൗണ്ടേഷൻ ആണ്. എൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് NC30 ആണ്. ഇത് തന്നെയാണ് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം എല്ലാ സ്കിൻ ടോണിനുമുള്ള ഷെയ്ഡ്സ് ഉണ്ട്. ചില ബ്രാൻഡ്സിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 എണ്ണം കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ കൂടിപ്പോയ ഒരു 10 എണ്ണം കാണും, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇന്ത്യൻ സ്കിൻ ടോണിൽ എല്ലാവർക്കും കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ, ഇപ്പോൾ ലൈറ്റർ സ്കിൻ ടോൺ ആണെങ്കിലും മീഡിയം സ്കിൻ ടോൺ ആണെങ്കിലും ഒക്കെ ഒരുപാട് ഓരോ അണ്ടർ ടോണും ഒക്കെ നോക്കിയിട്ടും വരുന്ന ഒരുപാട് ഷെയ്ഡ്സ് ഇതിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കറക്റ്റായിട്ടുള്ള ഷെയ്ഡ് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് ഇതിൻ്റെ. അപ്പോൾ കുറച്ച് പ്രൈസ് കൊടുക്കാൻ, കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത 2 കോമ്പാക്റ്റ് എന്ന് പറയുന്നത്, ഇതിൽ ഏതാ ഫേവറേറ്റ് എന്ന് വെച്ചാൽ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് രണ്ടും ഒരുപോലെ ഇഷ്ടമാണ് കേട്ടോ, ഈ 2 കോമ്പാക്റ്റ്. ഇത് വന്നിട്ട് Maybelline ആണ്, ഇത് വന്നിട്ട് ലാക്മിയുടെ ആണ്. ഓക്കെ, അപ്പോൾ ഇത് Maybellineൻ്റെ ഫിറ്റ് മീ റേഞ്ചിലുള്ള കോമ്പാക്റ്റ്. ഇവർക്ക് ഒരുപാട് ഇതിൻ്റെ മിററൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, മിററൊക്കെ പോയി, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താഴെ വീണ് പൊട്ടിപ്പോയതാണ്. അപ്പോൾ ഈ ഒരു ഫിറ്റ് മീ റേഞ്ചിലുള്ള എല്ലാ പ്രോഡക്ട്സും എനിക്കിഷ്ടമാണ്. ഇവരുടെ എല്ലാം
ഓക്കെ, ഇവർക്ക് ലൂസ് പൗഡർ ഉണ്ട്, അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പോൾ ഇത് നല്ല ഒരു കോമ്പാക്റ്റാണ്. ഇതിൽ എൻ്റെ ഷെയ്ഡ് വന്നിട്ട് വാം ന്യൂഡാണ്. ഫൗണ്ടേഷനും ഒക്കെ സെയിം ഷെയ്ഡ് തന്നെയാണ്. ആ സെയിം ഷെയ്ഡ് തന്നെയാണ് ഞാൻ കോമ്പാക്റ്റും എടുത്തിട്ടുള്ളത്. വാം ന്യൂഡാണ് ഷെയ്ഡ്. ഇനി ലാക്മിയിലേക്ക് വരുമ്പോൾ ലാക്മി 925 ഫ്ലോലെസ് മാറ്റ് കോംപ്ലക്ഷൻ കോമ്പാക്റ്റ് ആണ് ഇത്. ഓക്കെ, ഇതിൽ എൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് മെലൺ മേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഓക്കെ, ഇതിലൊക്കെ എത്ര ഷെയ്ഡ്സ് ഉണ്ട് എന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഇതിനേക്കാളും കുറച്ചുകൂടി പ്രൈസ് കൂടുതലാണ്. 525 ആണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ എല്ലാം സെയിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഡിസ്കൗണ്ടിൽ കിട്ടും. അപ്പോൾ ഇത് രണ്ടും നല്ല കോമ്പാക്റ്റാണ്. കാരണം കുറച്ചുകൂടി ഫൈനായിട്ടുള്ള ആ ഒരു പൗഡർ കുറച്ചുകൂടി ഫൈനാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഈ ഫൈൻ പൗഡേഴ്സ് വരുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല ഫ്ലോലെസ് ഫിനിഷ് ഉണ്ടാവും. കുറച്ചുകൂടി ഒരു നാച്ചുറലായിട്ടൊരു ഫിനിഷ് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ ഇത് രണ്ടും നല്ലതാണ്. ഇനി അടുത്ത രണ്ട് പ്രോഡക്റ്റ് എനിക്ക് ഓക്കെ എന്ന് പറയാവുന്ന, എന്നാൽ മോശം പറയാനും ഇല്ല, എന്നാൽ ഭയങ്കരം എന്ന് പറയാനും ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള, ഓക്കെ, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയാണ്. ഫസ്റ്റ് വൺ ഇബയുടെ ഒരു കോമ്പാക്റ്റ് ആണ്. ഇബയുടെ പ്യുവർ സ്കിൻ പെർഫെക്റ്റ് ലുക്ക് ലോങ് വെയർ മാറ്റിഫൈയിങ് കോമ്പാക്റ്റ് ഫെയർ പേൾ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് 01. ഓക്കെ, അതാണ് എൻ്റെ ഷെയ്ഡ്. ഇത് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ളൊരു കോമ്പാക്റ്റാണ്. 225 കിട്ടും. ഇനി അടുത്തത് ഫേസസ് കാനഡയുടെ ഒരു കോമ്പാക്റ്റാണ്. കുറച്ചുകൂടി നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഫേസസ് കാനഡയുടെ നോക്കാം. ഒരു അറൗണ്ട് 200 ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടുന്ന ഒരു കോമ്പാക്റ്റാണ്. കുഴപ്പമില്ലാത്ത കോമ്പാക്റ്റാണ്. ബീജ് ആണ് എൻ്റെ ഷെയ്ഡ്, 03 ആണ് എൻ്റെ ഷെയ്ഡ്. പക്ഷേ ഇതിലേക്കൊക്കെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒരു 4 ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു 6 ഷെയ്ഡൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ മീഡിയം ഡസ്കി സ്കിൻ ടോണിൽ വരുന്നവരാണ് കൂടുതലും ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ അതാണ് ഇങ്ങനത്തെ കോമ്പാക്റ്റിൽ ഉള്ള ഒരു പ്രശ്നം മെയിനായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. നല്ല പ്രോഡക്റ്റ്സ് തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പോൾ കോമ്പാക്റ്റ് കഴിഞ്ഞാൽ എനിക്കിഷ്ടമുള്ള ഒരു പ്രോഡക്റ്റാണ് ലൂസ് പൗഡർ, അല്ലെങ്കിൽ കോമ്പാക്റ്റിനേക്കാളും ഇഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം. മാക്കിൻ്റെ ഒക്കെ കോമ്പാക്റ്റ് ആണെങ്കിൽ ഞാൻ അത് തന്നെയായിരിക്കും യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ലൂസ് പൗഡറാണ്. അതിൽ ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയാൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള 2 ബ്രാൻഡ്സ് ഉണ്ട്. ഒന്ന് മേബിലിൻ്റെ ഫിറ്റ് മീ റേഞ്ചിൽ വരുന്ന ലൂസ് പൗഡർ. ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, എക്സ്പയർഡ് ആയതിനു ശേഷം ഞാൻ വാങ്ങിയിട്ടില്ല. ഞാൻ ലിങ്ക് കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഇനി അടുത്തത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് കെ ബ്യൂട്ടിയുടെ ആണ്. ഇതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. ഇതിൽ എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ബനാന എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതിലും ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ, ഉണ്ട്. അപ്പോൾ ഞാൻ അതൊരു വാം യെല്ലോ അണ്ടർടോൺ വരുന്ന ഒരു ഷെയ്ഡാണ് ഈ ബനാന എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ 2 ലൂസ് പൗഡേഴ്സും നല്ല ഫൈനാണ്. അതുകൊണ്ട് തന്നെ ഫൈൻ പൗഡർ ആയതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടും, നല്ലൊരു ഫ്രഷ് ലുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ പറഞ്ഞ പോലെ എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നത് കൊണ്ടാണ് എന്തായാലും ചെയ്തത് കേട്ടോ. അപ്പോൾ ചോദിച്ച ആൾ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ബ്രാൻഡ്സ് ട്രൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.